ചന്ദ്രയാൻ ദൗത്യ വിജയം, G20 അധ്യക്ഷ പദവി, ആദിത്യ L1 അടക്കമുള്ള ചരിത്ര നേട്ടങ്ങളുമായാണ് 2023 കടന്നുപോകുന്നത്. മിഷോങ് ചുഴലിക്കാറ്റ്, ബലാസോർ ട്രെയിൻ ദുരന്തം അടക്കമുള്ളവയ്ക്കും ഈ വർഷം സാക്ഷ്യം വഹിച്ചു. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കാനായതാണ് മറ്റൊരു സുപ്രധാന സംഭവം. ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നത് മറ്റൊരു സംഭവമാണ്. ഇതിനു പിന്നാലെ ബജ്രംഗ് പൂനിയ, വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക് തുടങ്ങി നിരവധി താരങ്ങൾ നടത്തിയ പ്രതിഷേധവും രാജ്യശ്രദ്ധയാകർഷിച്ചു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസായ MV ഗംഗാവിലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരണാസിയിൽ നിന്ന് MV ഗംഗാവിലാസ് യാത്ര ആരംഭിച്ച് 51 ദിവസത്തിനുള്ളിൽ 3200 കിലോമീറ്റർ സഞ്ചരിച്ച് ബംഗ്ലാദേശ് വഴി അസമിലെ ദിബ്രുഗഡിലെത്തുന്ന വിധത്തിലായിരുന്നു യാത്ര. 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 അവതരിപ്പിച്ചു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ 4ാം ബജറ്റായിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവെന്ന നേട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കി. 78% അപ്രൂവൽ റേറ്റിംഗോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നേട്ടം സ്വന്തമാക്കിയത്. US ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് പുറത്തിറക്കിയ ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. US പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, UK പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവരെ മറികടന്നായിരുന്നു മോദിയുടെ ഈ നേട്ടം. സുപ്രസിദ്ധ സംവിധായകൻ K. വിശ്വനാഥ് വിടവാങ്ങിയത് ഈ വർഷമായിരുന്നു. വിഖ്യാത ഇന്ത്യൻ സിനിമയായ ശങ്കരാഭരണത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ഖ്യാതി നേടിയ അദ്ദേഹം 50-ലേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നു. കലാമൂല്യമുള്ള സിനിമകളുടെ തെലുങ്ക് സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ഖ്യാതി നേടിക്കൊടുത്ത സംവിധായകനായിരുന്നു അദ്ദേഹം. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മശ്രീ പുരസ്കാരം എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമായി വിശാഖപട്ടണത്തെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ന്യൂഡൽഹിയിൽ നടത്തിയത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ മനീഷ് സിസോദിയയെ CBI അറസ്റ്റ് ചെയ്തത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ഫെബ്രുവരിയിലുണ്ടായ അറസ്റ്റിനു പിന്നാലെ മനീഷ് സിസോദിയയും മറ്റൊരു മന്ത്രിയായ സത്യേന്ദ്ര ജെയിനും രാജിവെച്ചതും വാർത്തയായി. ISRO പുതിയതായി നിർമ്മിച്ച ഹ്രസ്വ ദൂര ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റിന്റെ 2ാം ദൗത്യം ഈ വർഷം ഫെബ്രുവരി 10 വിജയകരമായി നടന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 3 ഉപഗ്രഹങ്ങളുമായാണ് SSLV-D2 റോക്കറ്റ് കുതിച്ചുയർന്നത്. വിക്ഷേപണം നടത്തി 15.24 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹങ്ങൾ 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ചു. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്തതാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 75 സർക്കാർ സ്കൂളുകളിൽ നിന്നുള്ള 750 വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ആസാദി സാറ്റ് 2 ഉൾപ്പെടെ 3 ഉപഗ്രഹങ്ങളാണ് ഭൂമിയോട് അടുത്ത ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ജമ്മുകശ്മീരിൽ വൻതോതിൽ ലിഥിയം ശേഖരം കണ്ടെത്തിയതും ഫെബ്രുവരിയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വാർത്തകളിലൊന്നായി. ജമ്മുകശ്മീരിലെ റയാസി ജില്ലയിലെ സലാൽ ഹൈമന എന്ന പ്രദേശത്താണ് 5.9 ദശലക്ഷം ടൺ ലിഥിയം ശേഖരം കണ്ടെത്തിയത്. SS രാജമൌലി സംവിധാനം ചെയ്ത RRRന് അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചതും ഫെബ്രുവരിയിലെ മറ്റൊരു സുപ്രധാന വാർത്തയായി. ഹോളിവുഡ് അസോസിയേഷൻ ഫിലിം അവാർഡ്സിലാണ് RRR 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. 8ാമത് റെയ്സീന ഡയലോഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലോണി പരിപാടിയിൽ മുഖ്യാതിഥിയായി. 3 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP സമ്പൂർണ്ണ മേൽക്കോയ്മ നേടി. ത്രിപുരയിലും നാഗാലാൻഡിലും ഭരണം നിലനിർത്തിയ BJP മേഘാലയയിൽ തൂക്കുമന്ത്രിസഭയിലൂടെ അധികാരം പിടിച്ചു. ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് പാത പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ഈ വർഷം മാർച്ച് 12-നായിരുന്നു. 119 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയെ കർണാടകയിലെ ജനങ്ങൾക്കുള്ള സമ്മാനമെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ഭാരത്മാല പരിയോജനയുടെ കീഴിൽ 8480 കോടി രൂപ ചിലവഴിച്ചാണ് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 11 മേൽപ്പാലങ്ങൾ, 64 അടിപ്പാതകൾ, 5 ബൈപ്പാസുകൾ, 42 ചെറിയ പാലങ്ങൾ എന്നിവയും ഈ പാതയിലുണ്ട്. എക്സ്പ്രസ് വേയിൽ 6 വരി പാതകളും ഇരുവശങ്ങളിലും അധിക 2 വരി സർവീസ് റോഡുകളുമുണ്ട്.
ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ഫീച്ചർ ചിത്രമായി SS രാജമൗലിയുടെ RRR ചരിത്രം സൃഷ്ടിച്ചു. 95ാമത് അക്കാദമി അവാർഡിൽ MM കീരവാണിയുടെ നാട്ടു നാട്ടു എന്ന ചിത്രത്തിന്റെ സൗണ്ട് ട്രാക്കിനാണ് മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള അവാർഡ് ലഭിച്ചത്. 14 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ വീണ്ടും ഓസ്കാറിൽ മുത്തമിടുന്നത്. മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം ദ എലിഫന്റ് വിസ്പേഴ്സ് സ്വന്തമാക്കി. കാർത്തികി ഗോസാൽവസ് ആണ് സംവിധായക. നിർമ്മാണം ഗുനീത് മോങ്ക. തമിഴ്നാട്ടിലെ മുതുമലൈ ദേശീയ ഉദ്യാനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന എലിഫന്റ് വിസ്പേഴ്സ് ബൊമ്മന്റെയും ബെല്ലിയുടെയും സംരക്ഷണത്തിൽ വളരുന്ന രഘു എന്ന ആനക്കുട്ടിയുടെ കഥയാണ് പറയുന്നത്. ബൊമ്മനും ബെല്ലിയും രഘുവും തമ്മിലുള്ള ആത്മബന്ധത്തിനൊപ്പം പ്രകൃതി സൗന്ദര്യവും ചിത്രത്തിൽ മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടൈം മാഗസിന്റെ 2023 ഏറ്റവും മികച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ 2 ഇന്ത്യൻ പ്രദേശങ്ങളും ഇടം പിടിച്ചു. ഇന്ത്യയിൽ നിന്ന് മയൂർഭഞ്ചും ലഡാക്കുമാണ് പട്ടികയിൽ ഇടം നേടിയത്. അപൂർവ ഇനം കടുവകളുടെ സംരക്ഷണ കേന്ദ്രമെന്ന നിലയിലാണ് മയൂർഭഞ്ച് ഖ്യാതി നേടിയത്. ലഡാക്ക് ആകട്ടെ പുരാതന ക്ഷേത്രങ്ങളുടെ കേന്ദ്രമെന്ന നേട്ടത്തിലും. 50 മികച്ച സ്ഥലങ്ങളാണ് ടൈം മാഗസിൻ ഈ വർഷത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പഞ്ചാബ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ വിഘടനവാദി അമൃത്പാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള വാരിസ് പഞ്ചാബ് ഡിക്കെതിരെ പഞ്ചാബ് പോലീസ് ശക്തമായ നടപടികൾ ആരംഭിച്ചത് മാർച്ചിലായിരുന്നു. മാർച്ച് 18-ന് സംസ്ഥാന വ്യാപകമായി നടന്ന റെയ്ഡിൽ 112ഓളം പേരെ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദായത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. അപകീർത്തി കേസിൽ കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായതോടെയാണ് രാഹുലിന്റെ ലോക്സഭാ അംഗത്വം റദ്ദായത്. കേസിൽ 2 വർഷം തടവ് ശിക്ഷയും രാഹുലിന് വിധിച്ചിരുന്നു. പിന്നീട് സൂറത്ത് കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിലെ ബലേശ്വർ മഹാദേവ് ക്ഷേത്രത്തിൽ രാമനവമി ആഘോഷത്തിനിടെയുണ്ടായ ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു. ക്ഷേത്രത്തിലെ പടിക്കിണറിനു മുകളിലെ സ്ലാബ് തകർന്നു വീണാണ് അപകടമുണ്ടായത്. അനിയന്ത്രിതമായ തിരക്കിനിടയിൽ കൂടുതൽ ആളുകൾ കിണർ മൂടിയിരുന്ന സ്ലാബിനു മുകളിൽ കയറിയതോടെയാണ് അപകടമുണ്ടായത്. ദുരന്തത്തിൽ 36 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സിക്കിമിലെ നാഥുലായിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ 7 പേർ കൊല്ലപ്പെട്ടത് ഈ വർഷം ഏപ്രിലിലായിരുന്നു. ഏപ്രിൽ 4-നുണ്ടായ ദുരന്തത്തിൽ 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുണ്ടായ ബസ് അപകടത്തിൽ 12 പേർക്ക് ജീവൻ നഷ്ടമായത് ഏപ്രിൽ 15-നായിരുന്നു. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 28ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിനെ വിറപ്പിച്ചിരുന്ന ഗുണ്ടാ നേതാവ് ആതിഖ് അഹമ്മദും സഹോദരൻ അഷ്റഫ് അഹമ്മദും പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ദേശീയ തലത്തിൽ വൻ വാർത്താ പ്രാധാന്യം നേടി. പ്രയാഗ്രാജിൽ വെച്ചായിരുന്നു ഇരുവരും പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. 160ഓളം ക്രിമിനൽ കേസുകളായിരുന്നു ആതിഖിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ വർഷം ഏപ്രിൽ 23-നാണ് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് അമൃത്പാൽ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഞ്ചാബിലെ മോഗയിലെ ഒരു ഗുരുദ്വാരയിൽ നിന്നാണ് അമൃത്പാൽ സിംഗ് പിടിയിലായത്. മണിപ്പൂർ കലാപത്തിന് തുടക്കമായത് ഈ വർഷം മെയ് ആദ്യമായിരുന്നു. 2 ഗോത്രങ്ങൾ തമ്മിലുണ്ടായ കലാപത്തിൽ 175ഓളം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. മണിപ്പൂരിൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 33 ഗോത്രവർഗ ഭീകരവാദികൾ കൊല്ലപ്പെട്ടത് മെയ് 28-നായിരുന്നു. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ നടന്ന സൈനിക നടപടികളുടെ ഭാഗമായാണ് ഓപ്പറേഷൻ നടന്നത്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആളുകൾ ചേർന്ന് ഒരു യുവതിയെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തിയ ദൃശ്യം രാജ്യമനസാക്ഷിയെ ഞെട്ടിച്ചു. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ജയം നേടി. ആകെയുള്ള 224 സീറ്റുകളിൽ 135 എണ്ണം നേടിയാണ് കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിലേറിയത്. രാജ്യത്ത് 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന സുപ്രധാന പ്രഖ്യാപനം RBI നടത്തി. സെപ്റ്റംബറോടെ രാജ്യത്ത് നിലവിലുള്ള 2000 രൂപ നോട്ടുകളുടെ മുഴുവൻ ക്രയവിക്രയവും അവസാനിപ്പിച്ച് പിൻവലിക്കുമെന്നാണ് RBI അറിയിച്ചത്. നിർമ്മാണം പൂർത്തിയായ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് മെയ് 28-നായിരുന്നു. ലോക്സഭാ ചേംബറിൽ 888 സീറ്റുകളും രാജ്യസഭാ ചേംബറിൽ 384 സീറ്റുകളുമാണ് പുതിയ സമുച്ചയത്തിലുള്ളത്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയെ പ്രതിനിധീകരിക്കുന്ന മയിൽ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ലോക്സഭാ ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പുഷ്പത്തെ പ്രതീകപ്പെടുത്തുന്ന താമരയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രാജ്യസഭാ ഹാൾ. ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്.
ജമ്മു കശ്മീരിൽ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് 10 പേർ മരിച്ചത് മെയ് 30-നായിരുന്നു. തീർത്ഥാടകരുടെ ബസ് പാലത്തിൽ നിന്നും മറിഞ്ഞാണ് അപകടമുണ്ടായത്. 57 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. രാജ്യത്തെ നടുക്കിയ ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ 280-ലധികം ജീവനാണ് പൊലിഞ്ഞത്. കൊറമണ്ഡൽ എക്സ്പ്രസ് ചരക്കു തീവണ്ടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. രാജ്യത്തെ സമീപഭാവിയിൽ നടന്ന ഏറ്റവും വലിയ ട്രെയിൻ അപകടമായിരുന്നു ഇത്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിലാണ് ദുരന്തമുണ്ടായത്. ബാഹനംഗ സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടമുണ്ടായത്. ട്രെയിൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI 3 പേരെ അറസ്റ്റ് ചെയ്തു. ട്രെയിൻ ദുരന്തത്തിന് കാരണക്കാരെന്ന് ചൂണ്ടിക്കാട്ടി 2 എഞ്ചിനീയർമാരെയും 1 ടെക്നീഷ്യനെയുമാണ് CBI അറസ്റ്റ് ചെയ്തത്. ഉത്തരേന്ത്യയിലുണ്ടായ ഉഷ്ണതരംഗത്തിൽ 96ഓളം പേർക്ക് ജീവൻ നഷ്ടമായതും ജൂൺ മാസത്തിലെ മറ്റൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയായി മാറി. ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായാണ് ഇത്രയധികം പേർക്ക് ചൂടിൽ ജീവൻ നഷ്ടമായത്. ജൂലൈ ആദ്യവാരം ഉത്തർപ്രദേശിലുണ്ടായ ഉഷ്ണതരംഗത്തിൽ 121 പേർക്കാണ് ജീവൻ നഷ്ടമായത്. UPയിലെ 2 ജില്ലകളിലായാണ് ഇത്രയധികം പേർ മരണപ്പെട്ടത്. ഹിമാചൽ പ്രദേശും പഞ്ചാബും മറ്റൊരു വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച മാസം കൂടിയായിരുന്നു ജൂലൈ. ജൂലൈ 12-നുണ്ടായ മിന്നൽ പ്രളയത്തിലും കൊടും മഴയിലും 2 സംസ്ഥാനങ്ങളിലുമായി 41 പേരാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്തെ വരാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിനെതിരെ പോരാടുക എന്ന ലക്ഷ്യവുമായി 26 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച INDIA സഖ്യം നിലവിൽ വന്നു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്നുവെന്ന പ്രത്യേകതയും INDIA സഖ്യത്തിനുണ്ട്. ബാംഗ്ലൂർ നഗരത്തിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ട 5 ഭീകരർ അറസ്റ്റിലായത് ജൂലൈ 19-നാണ്. തോക്കുകളും വെടിക്കോപ്പുകളും ഉൾപ്പെടെ വൻ ആയുധശേഖരവുമായി ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 7 പിസ്റ്റലുകൾ, വെടിയുണ്ടകൾ, വോക്കി ടോക്കികൾ, കഠാരകൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ബംഗളൂരു പോലീസ് കമ്മീഷണർ B. ദയാനന്ദ പറഞ്ഞു. അറസ്റ്റിലായവരിൽ 5 പേരും 2008-ലെ ബംഗളൂരു സ്ഫോടനക്കേസിലെ മുഖ്യപ്രതി തടിയന്റെവിട നസീർ റിക്രൂട്ട് ചെയ്തവരാണെന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞു. സുരക്ഷയ്ക്കും തന്ത്രപരമായ ആവശ്യങ്ങൾക്കുമായി വനഭൂമി തിരിച്ചുവിടാൻ അനുവദിക്കുന്ന വനസംരക്ഷണ നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് ഓഗസ്റ്റ് 2-നാണ്. വനഭൂമി ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഇളവുകൾ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. നിയമം ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇറങ്ങുന്ന ആദ്യത്തെ ബഹിരാകാശ ദൗത്യമായി. രാജ്യത്തെ 140 കോടി ജനങ്ങളെ അഭിമാനത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ISRO ഇക്കാര്യം അറിയിച്ചത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമെന്ന ഖ്യാതിയും ചരിത്ര നേട്ടവുമാണ് ഇതോടെ ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടെ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന ഇവർക്കൊപ്പം എലൈറ്റ് ഗ്രൂപ്പിൽ ചന്ദ്രനിൽ ഇറങ്ങുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യയും മാറി. രാജ്യത്തെ ആദ്യ സൗരപഠന ദൗത്യമായ ആദിത്യ L1 ISRO വിജയകരമായി വിക്ഷേപിച്ചത് ഈ വർഷം സെപ്റ്റംബറിലായിരുന്നു. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗരകൊടുങ്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. സൗരവികിരണങ്ങൾ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലുമുണ്ടാകുന്ന മാറ്റങ്ങളും പഠിക്കും. ISRO പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, മറ്റ് സംഘടനകൾ എന്നിവയിലെ ശാസ്ത്രജ്ഞരുടെ ഒരു ദശാബ്ദക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ആദിത്യ L1 ദൗത്യം. 18ാമത് G20 ഉച്ചകോടി സെപ്റ്റംബർ 9-10 തീയതികളിലായി ന്യൂഡൽഹിയിൽ നടന്നു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇരുചേരിയിലായിരുന്ന അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ സമവായമുണ്ടാക്കാൻ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച G20ക്ക് സാധിച്ചു. ഡൽഹി പ്രഖ്യാപനമെന്ന നിലയിലാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. G20 അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായ കാര്യം പ്രഖ്യാപിച്ചത്. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും വനിതകൾക്ക് 33% സംവരണം നൽകാനുള്ള വനിതാ സംവരണ ബിൽ നിയമമായത് ഈ വർഷം സെപ്റ്റംബറിലാണ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഇരുസഭകളും ബില്ല് പാസാക്കിയത്. ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി 2026-ലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷമാകും സംവരണം നടപ്പാക്കുക. സിക്കിമിലുണ്ടായ മിന്നൽ പ്രളയം രാജ്യത്തെ നടുക്കിയത് ഈ വർഷം ഒക്ടോബറിലായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 44 പേരാണ് പ്രളയത്തിൽ കൊല്ലപ്പെട്ടത്. 76 പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. വടക്ക് പടിഞ്ഞാറ് സിക്കിമിലെ സൗത്ത് ലൊനാക് തടാകത്തിന് മുകളിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചത് ഈ വർഷം ഒക്ടോബറിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളിലൊന്നായി.
ഒക്ടോബർ 17-നായിരുന്നു സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ച് ഭിന്നവിധികളിലൂടെ നിരസിച്ചത്. സ്വവർഗ വിവാഹത്തിന് നിയമപ്രാബല്യം നൽകണമോ എന്നത് നിയമനിർമ്മാണത്തിലൂടെ പാർലമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പരമോന്നത കോടതി വ്യക്തമാക്കി. രാജ്യത്തെ നടുക്കിയ മറ്റൊരു ട്രെയിൻ ദുരന്തത്തിനും ഈ വർഷം ഒക്ടോബർ സാക്ഷ്യം വഹിച്ചു. ആന്ധ്രാപ്രദേശിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 14 പേരാണ് മരിച്ചത്. 50 പേർക്ക് പരിക്കേറ്റു. ഓവർഹെഡ് കേബിൾ തകരാർ മൂലം നിർത്തിയിട്ട വിശാഖപട്ടണം റായ്ഗഡ പാസഞ്ചർ ട്രെയിനിന് പിന്നിലേക്ക് പലാസ എക്സ്പ്രസ് ഇടിച്ചു കയറുകയായിരുന്നു. ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയത് രാജ്യം മുഴുവൻ ആഘോഷിച്ച വാർത്തയായി. ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയെ തമ്മിൽ ഏതു കാലാവസ്ഥയിലും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം ആരംഭിച്ച സിൽക്യാര ടണലിലാണ് അപകടമുണ്ടായത്. രാപ്പകലില്ലാതെ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തി. റാറ്റ് ഹോൾ മൈനേഴ്സ് എന്നറിയപ്പെടുന്ന വിദഗ്ധ സംഘം, ഇന്ത്യൻ സൈന്യം, ജനീവ ആസ്ഥാനമാക്കിയുള്ള ഇന്റർനാഷണൽ ടണലിംഗ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്പേസ് അസോസിയേഷൻ തലവൻ അർണോൾഡ് ഡിക്സ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട മിഷോങ് ചുഴലിക്കാറ്റ് ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ചു. അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് ചെന്നൈയിൽ പെയ്തത്. കാറുകളടക്കം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ പേമാരിയുടെ ഭീകരത വെളിപ്പെടുത്തുന്നതായിരുന്നു. മിഷോങ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ പെയ്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിനു പുറമെ നദികൾ കരകവിയുകയും നഗരത്തിനു ചുറ്റുമുള്ള ജലസംഭരണികൾ തുറന്നുവിടുകയും ചെയ്തതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. റോഡുകളിൽ 5 അടി വരെ വെള്ളമുയർന്നു. മരങ്ങൾ കടപുഴകി വീണു. ഗതാഗതവും വൈദ്യുതിയും നിലച്ചതോടെ ജനങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. 17 പേർ മരണപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ BJP വീണ്ടും വിജയരഥത്തിലേറി. ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കുന്നതായി ഡിസംബർ 4-ന് പുറത്തുവന്ന തിരഞ്ഞെടുപ്പ് ഫലം. രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കുകയും മധ്യപ്രദേശിൽ വൻ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്താനും BJPക്ക് സാധിച്ചു. കോൺഗ്രസിന് ആശ്വാസത്തുരുത്തായത് തെലങ്കാന മാത്രമാണ്. അതീവ സുരക്ഷയുള്ള പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന അതിക്രമം രാജ്യത്തെ ഞെട്ടിച്ചു. ഡിസംബർ 13-ന് പാർലമെന്റ് മന്ദിരത്തിൽ സന്ദർശക പാസിലെത്തിയവരാണ് അതിക്രമം കാണിച്ചത്. മുദ്രാവാക്യങ്ങൾ വിളിച്ച് സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിയ യുവാവ് പുക സ്പ്രേ ഉപയോഗിക്കുകയായിരുന്നു. ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. പാർലമെന്റ് ഭീകരാക്രമണം നടന്ന് 22 വർഷം തികയുന്ന വേളയിലായിരുന്നു സംഭവം. നിരവധി ചരിത്ര സംഭവങ്ങൾക്കും ദുരന്തങ്ങൾക്കുമാണ് 2023-ൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. വികസിത ഇന്ത്യയ്ക്കായുള്ള മുന്നേറ്റത്തിൽ പുതിയ പ്രതീക്ഷയോടെയാണ് രാജ്യം 2024-നെ വരവേൽക്കാനൊരുങ്ങുന്നത്. വിഖ്യാത മോഹിനിയാട്ടം കഥകളി നർത്തകി കനക് റെലെ അന്തരിച്ചത് ഈ വർഷമാണ്. മുംബൈയിലായിരുന്നു അന്ത്യം. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നളന്ദ നൃത്ത ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറും നളന്ദ നൃത്തകലാ മഹാവിദ്യാലയത്തിന്റെ സ്ഥാപക പ്രിൻസിപ്പലുമായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ പ്രൗഢി രാജ്യാന്തര തലത്തിൽ എത്തിച്ച ഈ നർത്തകിയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. കർണാടകയിലെ മുൻ മന്ത്രിയും മലയാളി വ്യവസായിയുമായിരുന്ന ടി ജോൺ വിടവാങ്ങി. കോട്ടയം വൈക്കം സ്വദേശിയായിരുന്ന ജോൺ SM കൃഷ്ണ മന്ത്രിസഭയിൽ അടിസ്ഥാന സൗകര്യ സഹമന്ത്രിയായിരുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടി ജോൺ ഡിസ്റ്റിലറീസ് തുടങ്ങിയവയുടെ സ്ഥാപകനാണ്. ഏകദേശം 7 പതിറ്റാണ്ട് മുൻപ് കുടകിലെ മടിക്കേരിയിലേക്ക് കുടിയേറിയ ജോൺ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുത്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായത്. സുപ്രസിദ്ധ ഗായിക വാണി ജയറാം വിടവാങ്ങിയതും 2023-ന്റെ നഷ്ടമായിരുന്നു. ഈ വർഷത്തെ പത്മഭൂഷൺ ലഭിച്ചിരുന്നെങ്കിലും അത് ഏറ്റുവാങ്ങാനാവാതെയായിരുന്നു അവർ വിടവാങ്ങിയത്. 19 ഭാഷകളിലായി 10,000-ലേറെ പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. വാണി ജയറാം എന്ന പേര് കേൾക്കുമ്പോൾ ആസ്വാദകരിൽ ഭൂരിഭാഗത്തിന്റെയും മനസ്സിലേക്ക് വരുന്നത് പ്രണയവും വിരഹവും കലർന്ന ഗാനങ്ങളാകാമെങ്കിലും അതല്ലാതെയുള്ള നിരവധി വികാരങ്ങൾ അവർ തന്റെ സ്വരത്തിലൂടെ പകർന്നു. മനോഹര മെലഡികൾക്കൊപ്പം പെപ്പി നമ്പറുകളിലും ആ സ്വരം ഉയർന്നു കേട്ടിരുന്നു. പ്രശസ്ത കർണാടക സംഗീതജ്ഞരായ ബോംബെ സഹോദരിമാരിലെ ഇളയ സഹോദരി സി ലളിത അന്തരിച്ചതും ഈ വർഷം ആദ്യമായിരുന്നു. 1.5 വയസ്സിന് പ്രായവ്യത്യാസമുള്ള സി സരോജ, സി ലളിത സഹോദരിമാർ ചെറുപ്പകാലം മുതൽ വേദികളിൽ ഒന്നിച്ചുപാടി പേരെടുക്കുകയും പിന്നീട് ബോംബെ സഹോദരിമാർ എന്ന പേരിൽ അറിയപ്പെടുകയുമായിരുന്നു.
മദ്രാസിലെ സെൻട്രൽ കോളേജ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് ഫെലോഷിപ്പോടെ സംഗീത പഠനം. HIS മണിയുടെയും മുസിരി സുബ്രഹ്മണ്യ അയ്യരുടെയും TK ഗോവിന്ദറാവുവിന്റെയും ശിഷ്യരായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, തമിഴ്നാട് സർക്കാരിന്റെ കലൈമ മണി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദമായ കാർഷിക ഭക്ഷ്യ സമ്പ്രദായത്തിന്റെ വക്താവും ചെറുധാന്യങ്ങളുടെ പ്രചാരകനുമായിരുന്ന ഇന്ത്യയുടെ മില്ലറ്റ് മാൻ PV സതീഷിന്റെ വിയോഗം മറ്റൊരു ദുഃഖമായി. തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിലെ പാസ്താപൂർ ഗ്രാമത്തിൽ സതീഷ് സ്ഥാപിച്ച ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തിയ പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം തെളിയിച്ചതും പൊതുവിതരണ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്താൻ ഇടയായതും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സലീം ദുറാനി അന്തരിച്ചത് ഈ വർഷം ഏപ്രിലിൽ ആയിരുന്നു. അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരമാണ് സലീം ദുറാനി. ഇടംകയ്യൻ സ്പിന്നറും ബാറ്ററുമായിരുന്ന ദുറാനി ഇന്ത്യയ്ക്ക് വേണ്ടി 29 ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട്. 1961-62 ഇംഗ്ലണ്ടിനെതിരായ 5 കളികളുള്ള പരമ്പരയിൽ 2-0 എന്ന ചരിത്രപരമായ വിജയം ഇന്ത്യ നേടുന്നതിൽ ദുറാനിയുടെ പങ്ക് വലുതായിരുന്നു. കൊൽക്കത്തയിലും മദ്രാസിലും ഇന്ത്യ വിജയം നേടിയ 2 മാച്ചുകളിൽ ദുറാനി 8ഉം 10ഉം വിക്കറ്റുകൾ നേടി. പർവീൺ ബാബിക്കൊപ്പം ചരിത്ര എന്ന ബോളിവുഡ് ചിത്രത്തിലും വേഷമിട്ടിട്ടുണ്ട്. പ്രമുഖ തമിഴ് നടനും സംവിധായകനുമായ മനോബാലയുടെ വിയോഗം തെന്നിന്ത്യൻ സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമായിരുന്നു. മെയ്യിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തമിഴ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ച 35 വർഷത്തിനിടെ 40ഓളം സിനിമകൾ സംവിധാനം ചെയ്ത മനോബാല 200-ലധികം ചിത്രങ്ങളിൽ ഹാസ്യതാരമായും വേഷമിട്ടു. ചന്ദ്രമുഖി, അന്യൻ, തമ്പി, യാരടി നീ മോഹിനി അടക്കം ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഭാരതി രാജയുടെ അസിസ്റ്റന്റായാണ് മനോബാല തമിഴ് ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിയത്. പിന്നീട് സ്വതന്ത്ര സംവിധായകനായി. 2000ന്റെ തുടക്കത്തിലാണ് അദ്ദേഹം അഭിനയ മേഖലയിലേക്ക് ചുവടുമാറ്റിയത്. മലയാളത്തിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ജോമോന്റെ സുവിശേഷമാണ് പ്രധാന ചിത്രം. കർണാട്ടിക് സംഗീത ലോകത്ത് നികത്താനാകാത്ത നഷ്ടമാണ് പ്രശസ്ത മൃദംഗ വിദ്വാൻ കാരൈക്കുടി ആർ മണിയുടെ അന്ത്യം. ഒട്ടനവധി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചിട്ടുള്ള മണി MS സുബ്ബലക്ഷ്മി ഉൾപ്പെടെയുള്ള പ്രഗത്ഭർക്കു വേണ്ടി മൃദംഗം വായിച്ചിട്ടുണ്ട്. DK പട്ടമ്മാൾ, ML വസന്തകുമാരി, മധുര സോമു, TM ത്യാഗരാജൻ, DK ജയരാമൻ, ലാൽഗുഡി ജയരാമൻ, സഞ്ജയ് സുബ്രഹ്മണ്യൻ, TM കൃഷ്ണ തുടങ്ങിയവർക്ക് വേണ്ടിയും മണി മൃദംഗം വായിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ അരുൺ ഗാന്ധിയുടെ വിയോഗവും ഈ വർഷമായിരുന്നു. US-ൽ സ്ഥിരതാമസമാക്കിയിരുന്ന എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ അരുൺ ഗാന്ധി ഭാര്യയുടെ പേരിൽ കോലാപൂരിൽ നടത്തുന്ന ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ഗാന്ധിജിയുടെ മകൻ മണിലാലിന്റെയും സുശീല മഷ്റൂവാലയുടെയും മകനായി 1934 ഏപ്രിൽ 14 ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പ്രഭാഷകനായും മാധ്യമപ്രവർത്തകനായും ശ്രദ്ധേയനായി. ഇന്ത്യൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് ഹബീബ് വിടവാങ്ങി. 1970കളിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച താരമായിരുന്നു അദ്ദേഹം. 1965 മുതൽ 1976 വരെ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും നയിക്കുകയും ചെയ്ത ഈ മിഡ്ഫീൽഡർ രാജ്യത്തെ ആദ്യത്തെ യഥാർത്ഥ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരൻ എന്ന ഖ്യാതി നേടി. 1970 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ ഹബീബ് കൊൽക്കത്തയിൽ വൻ ക്ലബ്ബുകളായ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മൊഹമ്മദാൻ സ്പോർട്ടിംഗ് എന്നിവയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ഏഷ്യൻ 11 ടീമിൽ 3 തവണ കളിച്ചു. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കേന്ദ്ര കായിക മന്ത്രിയുമായിരുന്ന മനോഹർ സിംഗ് ഗിൽ അന്തരിച്ചത് ഈ വർഷം ഒക്ടോബറിലാണ്. 1996 ഡിസംബർ മുതൽ 2001 ജൂൺ വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായത്. രാജ്യത്ത് വോട്ട് യന്ത്രം അവതരിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. രാജ്യം പത്മവിഭൂഷൺ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1958 IAS നേടിയ ഗിൽ 2001 വിരമിച്ച ശേഷം കോൺഗ്രസിൽ ചേരുകയും 2004 പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2016 വരെ രാജ്യസഭാംഗമായിരുന്നു. 2008 മുതൽ 2011 വരെ കേന്ദ്രമന്ത്രിസഭയിൽ സ്വതന്ത്ര ചുമതലയുള്ള കായിക യുവജനക്ഷേമ മന്ത്രിയായിരുന്നു. പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ഗാദ്വി അന്തരിച്ചതും മറ്റൊരു നഷ്ടമാണ്. ബോളിവുഡിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായ ധൂം, ധൂം 2 എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. പ്രമുഖ നടനും DMDK നേതാവുമായ വിജയകാന്ത് വിടവാങ്ങിയതും ഈ വർഷമായിരുന്നു. 71 വയസ്സായിരുന്നു. 150ഓളം സിനിമകളിലൂടെ തമിഴ്നാടിന്റെ ക്യാപ്റ്റനായി മാറിയ നടനാണ് വിടവാങ്ങിയത്.
1970 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ആക്ഷൻ ഹീറോ ആയി തമിഴ്നാടിന് അകത്തും പുറത്തും വൻ ആരാധക വൃന്ദത്തെയാണ് വിജയകാന്ത് സൃഷ്ടിച്ചത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും സിനിമാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വിജയകാന്തിന്റെ വിളിപ്പേരുകൾ പലതാണ്. 1952 മധുരയിൽ ജനിച്ച നാരായൺ വിജയരാജ അളഗർസാമി സിനിമയിലെത്തിയപ്പോൾ വിജയകാന്തായി. ഇനിക്കും ഇല്ലാമൈ എന്ന 1979 ആദ്യ സിനിമയിൽ തുടങ്ങി 157 ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടത്. 1991 അദ്ദേഹത്തിന്റെ 100ാം സിനിമയായ ക്യാപ്റ്റൻ പ്രഭാകരനിലൂടെയാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് ലഭിക്കുന്നത്. 2023 നിരവധി പ്രമുഖരുടെ വിയോഗം വരുത്തിയ നികത്താനാവാത്ത നഷ്ടങ്ങളുമായാണ് രാജ്യം പ്രതീക്ഷയോടെ 2024 കടക്കുന്നത്. കേരളത്തിന് ഏറെ സന്തോഷവും ഒപ്പം വേദനകളും സമ്മാനിച്ച് കടന്നുപോയ വർഷമായിരുന്നു 2023. കേരളത്തിന്റെ പ്രിയ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചലച്ചിത്ര താരങ്ങളായ ഇന്നസെന്റും മാമുക്കോയെയും സുബി സുരേഷും സംവിധായകൻ സിദ്ദിഖും ഉൾപ്പെടെ മലയാളികൾ നെഞ്ചോട് ചേർത്തിരുന്ന നിരവധി പ്രമുഖരുടെ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും നേട്ടങ്ങളുടെ പട്ടികയിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ചില മുഹൂർത്തങ്ങൾ നൽകിയാണ് 2023 കടന്നുപോകുന്നത്. ടൂറിസം രംഗത്ത് അന്തർദേശീയ തലത്തിൽ കേരളം സ്വന്തമാക്കിയ നേട്ടങ്ങളും ചെറുവയൽ രാമനെ പോലുള്ള ഒരു സാധാരണ കർഷകനെ തേടി രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ പത്മശ്രീ എത്തിയതും 2023 കേരളത്തിന് സമ്മാനിച്ച സന്തോഷങ്ങളിൽ ചിലതാണ്. ലോകത്ത് കണ്ടിരിക്കേണ്ട 52 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ഏക സംസ്ഥാനമായി കേരളം മാറിയത് 2023 ന്യൂയോർക്ക് ടൈംസിന്റെ പട്ടികയിലായിരുന്നു കൊച്ചു കേരളവും ഇടം നേടിയത്. കടൽ തീരങ്ങൾ, കായൽ തടാകങ്ങൾ, പാചകരീതികൾ, ഉത്സവങ്ങൾ എന്നിവയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിൽ സന്ദർശകർക്ക് ഗ്രാമജീവിതം ആസ്വദിക്കാൻ തക്കവണ്ണമുള്ള സൗകര്യങ്ങൾ ലഭ്യമാണെന്നും ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടി. റെസ്റ്റോറന്റുകളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി ഹൈജീൻ റേറ്റിംഗ് ആപ്പ് കേരളം പുറത്തിറക്കി. ശുചിത്വം, സൗകര്യങ്ങൾ, ഭക്ഷണവില എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകുന്നതാണ് ഹൈജീൻ ആപ്പ്. ഈ ആപ്പ് വഴി ഹോട്ടലുകളുടെ ഈ റേറ്റിംഗ് നോക്കി പൊതുജനത്തിന് കയറാൻ കഴിയുന്നതാണ് സംവിധാനം. രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായി കൊല്ലത്തെ തെരഞ്ഞെടുത്തത് കേരളത്തിന്റെ അഭിമാന നേട്ടമായി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഒരു വർഷം കൊണ്ടാണ് ജില്ലയിലെ 7 ലക്ഷം കുടുംബങ്ങളെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി എന്ന പദ്ധതി നടപ്പിലാക്കി കുസാറ്റും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി. സെമസ്റ്റർ തോറും പെൺകുട്ടികൾക്ക് 2% അധിക അവധി നൽകും. കൊച്ചിയിലെ കുസാറ്റ് ക്യാമ്പസിലും സർവകലാശാല നേരിട്ട് നിയന്ത്രിക്കുന്ന മറ്റു ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾക്ക് അവധി കിട്ടും. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ലാ ബഹുമതി വയനാട് ജാനുവരിയിൽ സ്വന്തമാക്കിയത് കേരളത്തിന് ഈ വർഷം ലഭിച്ച മറ്റൊരു നേട്ടമായിരുന്നു. മലയാളി നാവികൻ അഭിലാഷ് ടോമി നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചിലിയിലെ കേപ്പ് ഹോൺ മുനമ്പ് വലയം വച്ചത് 2023 ഫെബ്രുവരിയിലായിരുന്നു. ഗോൾഡൻ ഗ്ലോബ് 2022 പായ് വഞ്ചിയോട്ട മത്സരത്തിന്റെ ഭാഗമായാണ് അഭിലാഷ് ടോമി പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളുടെ സംഗമവേദിയായ കേപ്പ് ഹോൺ വലം വച്ചത്. 2023-24 വർഷത്തെ കേരള ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും മദ്യത്തിനും സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയതും വിവിധ നികുതികൾ കൂട്ടിയതും ഉൾപ്പെടെ നിർണായക പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നത്. ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് കോട്ടയം ജില്ലയിലെ കുമരകം വേദിയായത് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിച്ചു. ഫെബ്രുവരിയിൽ കുമരകത്ത് നടന്ന ഉച്ചകോടിയിൽ വിദേശീയരടക്കം 200 പ്രതിനിധികൾ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാരങ്ങൾ
കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭൻ അർഹനായി. കേരള പ്രഭാ പുരസ്കാരത്തിന് ഓംചേരി എൻ പിള്ള, ടി മാധവമേനോൻ, മമ്മൂട്ടി എന്നിവർ അർഹരായി. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ വൻ തീപിടുത്തം ദിവസങ്ങളോളം പ്രതിസന്ധി സൃഷ്ടിച്ചത് മാർച്ച് മാസമായിരുന്നു. ബ്രഹ്മപുരത്തെ 100 ഏക്കറോളം വരുന്ന മാലിന്യ കൂമ്പാരത്തിൽ മാർച്ച് 2-നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് ഒരാഴ്ചയിലേറെ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിലാണ്. ബ്രഹ്മപുരത്ത് നിന്നുയർന്ന വിഷപ്പുക എറണാകുളത്തെ ജനജീവിതം ദുസ്സഹമാക്കി. നാവികസേനയുടേതുൾപ്പെടെ സഹായത്തോടെ നടന്ന തീയണക്കൽ ദൗത്യം അന്തർദേശീയ മാധ്യമങ്ങളിൽ വരെ വാർത്തയായി. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയെന്ന നേട്ടം പത്മലക്ഷ്മി സ്വന്തമാക്കി. എറണാകുളം ലോ കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ പത്മ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിച്ചത് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു. ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ 1528 അഭിഭാഷകരോടൊപ്പമായിരുന്നു പത്മലക്ഷ്മിയുടെ എൻറോൾമെന്റ്. പത്തനംതിട്ട ജില്ലയിലെ ഐരൂറിന്റെ പേര് കഥകളി ഗ്രാമമെന്നാക്കി മാറ്റിയത് മാർച്ചിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഇതോടെ രാജ്യത്ത് കലയുടെ പേരിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന ആദ്യ ഗ്രാമം എന്ന ബഹുമതി ഐരൂർ സ്വന്തമാക്കി. റവന്യൂ വകുപ്പിലടക്കം എല്ലാ സർക്കാർ രേഖകളിലും ഇനി ഐരൂർ കഥകളി ഗ്രാമം എന്നാകും രേഖപ്പെടുത്തുക. ഐരൂരിന്റെ കഥകളി പാരമ്പര്യത്തിന് ഏകദേശം 2 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം കഥകളി സാക്ഷരതയുള്ള സ്ഥലവും ഐരൂരാണ്. ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളുമടക്കം കഥകളി ആരാധകരാണ്. കേരളത്തിൽ ഇതാദ്യമായി ഒരു ജയിലിൽ നിന്ന് നാപ്കിൻ നിർമ്മിക്കുന്നു എന്ന ബഹുമതി എറണാകുളം ജില്ലാ ജയിൽ സ്വന്തമാക്കി. കാക്കനാട് വനിതാ ജയിലിനോട് ചേർന്നുള്ള വനിതാ ജയിലിലാണ് നാപ്കിൻ നിർമ്മാണം ആരംഭിച്ചത്. ഫ്രീഡം കെയർ എന്ന പേരിലുള്ള നാപ്കിൻ കുറഞ്ഞ വിലയ്ക്കാണ് വിപണിയിലെത്തിക്കുന്നത്. ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ കേരളം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്നാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നത് ഈ വർഷം ഏപ്രിലിലായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാടിന് സമർപ്പിച്ചത്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇത്രയും വിപുലമായ ബോട്ട് ശൃംഖല. 10 ദ്വീപുകളെ ബന്ധിപ്പിച്ച് 38 ടെർമിനലുകളിലായി 76 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് കൊച്ചി ജലമെട്രോയുടെ സർവീസ് തുടങ്ങിയത്. വിഴിഞ്ഞം തുറമുഖത്തിന് കേരള സർക്കാർ ഔദ്യോഗിക നാമം നൽകിയത് ഏപ്രിലിലായിരുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ പേര്. തുറമുഖത്തിന് ആവശ്യമുള്ള വമ്പൻ ക്രെയിനുകളുമായി വന്ന ഷെൻഹുവ കപ്പലിന് നൽകിയ സ്വീകരണവും ശ്രദ്ധേയമായിരുന്നു. മലപ്പുറം താനൂരിൽ 22 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് ദുരന്തമുണ്ടായത് ഈ വർഷം മെയ് 7-നായിരുന്നു. താനൂർ ഒട്ടുംപുറം തൂവൽ തീരം ബീച്ചിൽ വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച ബോട്ട് മുങ്ങിയാണ് വൻ ദുരന്തമുണ്ടായത്. മൊത്തം 37 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 22 പേർ മരണപ്പെട്ടു. 10 പേരെയാണ് രക്ഷപ്പെടുത്താനായത്. 5 പേർ നീന്തിക്കയറുകയായിരുന്നു. തന്ത്രപ്രധാന നിരോധിത മേഖലകളിൽ റഡാറിന്റെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണി നേരിടാനും അത്തരം ഡ്രോണുകളെ കണ്ടെത്തി അവ നിർവീര്യമാക്കാനുമുള്ള കേരള പോലീസിന്റെ ആന്റി ഡ്രോൺ സംവിധാനം നിലവിൽ വന്നത് ഈ വർഷമാണ്. ഈഗിൾ ഐ എന്ന ഈ സംവിധാനം തിരുവനന്തപുരം ഡ്രോൺ റിസർച്ച് സെന്ററിലാണ് വികസിപ്പിച്ചെടുത്തത്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജൻ ഡോക്ടർ വന്ദന ദാസ് അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത് ഈ വർഷം മെയ് 10-നായിരുന്നു. പൂയപ്പള്ളി പോലീസ് ചികിത്സയ്ക്കെത്തിച്ച കുടവട്ടൂർ സ്വദേശി സന്ദീപ് അത്യാഹിത വിഭാഗത്തിൽ വച്ച് അക്രമാസക്തനാവുകയും ചികിത്സാമുറിയിലെ കത്രിക കൈവശപ്പെടുത്തി ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആരോഗ്യപ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങൾക്ക്
കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ സംസ്ഥാന സർക്കാർ ഭേദഗതി വരുത്തി. ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾക്കുള്ള തടവ് ശിക്ഷ 5 വർഷമായി ഉയർത്തി. 2 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കും. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്രയായി പച്ചക്കുതിരയെ അവതരിപ്പിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോഗോയിലും പച്ചക്കുതിര ഇടം നേടി. രതീഷ് രവിയാണ് ഭാഗ്യമുദ്ര രൂപകൽപ്പന ചെയ്തത്. കേരള ടൂറിസത്തെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള കേരള ബ്ലോഗ് എക്സ്പ്രസിന് തുടക്കമായത് ഈ വർഷം ജൂലൈയിലാണ്. വിവിധ രാജ്യങ്ങളിലെ ബ്ലോഗർമാരെയും ഇൻഫ്ലുവൻസേഴ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യാത്ര ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. 21 രാജ്യങ്ങളിലെ 25 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്നതു മാറ്റി കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. മുഖ്യമന്ത്രിയാണ് പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും കേരളം എന്ന പേര് ആക്കണമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം ഭേദഗതികൾ ഇല്ലാതെ തന്നെ പ്രതിപക്ഷമായ UDF അംഗീകരിച്ചു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത തൃശൂരിൽ തുറന്നത് ഓഗസ്റ്റിലായിരുന്നു. 8 കോടി രൂപ ചെലവിലാണ് പാതയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചത്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ശക്തൻ നഗറിൽ സംഗമിക്കുന്ന 4 റോഡുകളെയാണ് ആകാശപാത ബന്ധിപ്പിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് ഒഴിവ് വന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചു. സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന ജേക്ക് സി തോമസിനെ ചാണ്ടി ഉമ്മൻ പരാജയപ്പെടുത്തിയത്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് കിരീടം സ്വന്തമാക്കി. 266 പോയിന്റുകളുമായാണ് പാലക്കാട് കിരീടം ചൂടിയത്. തൃശൂരിൽ നടന്ന കായികമേളയിൽ മലപ്പുറം ജില്ല 2ാം സ്ഥാനവും കോഴിക്കോട് ജില്ല 3ാം സ്ഥാനവും സ്വന്തമാക്കി. കേരളപ്പിറവിയോടനുബന്ധിച്ച് നവംബറിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരളീയം ഉത്സവം ശ്രദ്ധേയമായി. കേരളം കൈവരിച്ച നേട്ടങ്ങളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കേരളീയത്തിന്റെ ആദ്യ എഡിഷനാണ് തിരുവനന്തപുരത്ത് നടന്നത്. സെമിനാറുകൾ, എക്സിബിഷനുകൾ, സാംസ്കാരികോത്സവം, വ്യാപാരമേളകൾ, ഭക്ഷ്യമേള, പുഷ്പമേള, ചലച്ചിത്രോത്സവം, ലൈറ്റ് ഷോ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് 40 വേദികളിലായി നടന്ന പരിപാടിയെക്കുറിച്ച് ധനപരമായ ധൂർത്ത് എന്ന രീതിയിൽ വിമർശനങ്ങളും ഉണ്ടായി. കോഴിക്കോട് ജില്ലയെ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി തേടിയെത്തിയത് ഈ വർഷം നവംബറിലായിരുന്നു. ഈ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. സാഹിത്യ പൈതൃകം, വായനശാലകൾ, പ്രസാധകർ, സാഹിത്യോത്സവങ്ങൾ, എഴുത്തുകാർ എന്നിവ പരിഗണിച്ചാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരം എന്ന പദവിയിലേക്ക് തെരഞ്ഞെടുത്തത്. കോഴിക്കോടിനു പുറമെ യുനെസ്കോ തെരഞ്ഞെടുത്ത 55 സർഗാത്മക നഗരങ്ങളിൽ സംഗീത നഗരമായി മധ്യപ്രദേശിലെ ഗ്വാളിയോറും തെരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിന് തുടക്കമായത് ഈ വർഷം നവംബറിലായിരുന്നു. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി. സമസ്ത മേഖലയിലെയും പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ജില്ലാതല കൂടിക്കാഴ്ചയും മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തുന്ന ബഹുജന സദസ്സും അടങ്ങുന്ന പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. യാത്രയുടെ തുടക്കം മുതലേ ബഹിഷ്കരണം പ്രഖ്യാപിച്ച UDF യാത്രയെ ഒരു പ്രതിഷേധ പരമ്പരയായി നിലനിർത്തുന്നതിൽ വിജയിച്ചു. കരിങ്കൊടികളുമായി ബസിന് നേരെ പാഞ്ഞു ചെന്നവരെ CPM അണികൾ കായികമായി നേരിട്ടത് പലയിടത്തും തെരുവ് യുദ്ധത്തിന്റെ പ്രതീതി ഉയർത്തി. അവയവ മാറ്റ വൃക്ക മാറ്റിവെക്കൽ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി എന്ന ഖ്യാതി എറണാകുളം ജില്ലാ ആശുപത്രി സ്വന്തമാക്കിയത് നവംബറിലായിരുന്നു. ആലപ്പുഴ സ്വദേശിയായ യുവാവിൽ അമ്മയുടെ വൃക്കയാണ് തുന്നിച്ചേർത്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര നൗകയായ ക്ലാസിക് ഇംപീരിയൽ നീറ്റിലിറങ്ങി.
12.5 കോടി ചെലവിലാണ് നൗകയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 50 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള ഇതിന്റെ ഉയരം 10 മീറ്ററാണ്. 2 നിലകളിലായി 150 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ക്ലാസിക് ഇംപീരിയലിന് സാധിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലെ യാത്രക്കാർക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ കേരളം മുന്നിലാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് ഡിസംബറിലാണ്. യാത്രക്കാർക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെന്റിന് കീഴിലുള്ള സംരംഭങ്ങളിലൊന്നായ ഈറ്റ് റൈറ്റ് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയിലാണ് കേരളത്തിലെ 21 സ്റ്റേഷനുകൾക്ക് അംഗീകാരം ലഭിച്ചത്. രാജ്യത്ത് 114 റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അവയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചത് കേരളത്തിനാണ്. 2023 ഒട്ടേറെ മലയാളികൾക്ക് പുരസ്കാര വർഷം കൂടിയായിരുന്നു. കേരളത്തിൽ നിന്ന് ഗാന്ധിയൻ BP അപ്പുക്കുട്ടൻ പൊതുവാൾ, നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമൻ, കളരിയാശാൻ SRD പ്രസാദ്, ചരിത്രകാരൻ CI ഐസക് എന്നിവർ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. 2022 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സേതു അർഹനായി. മലയാള കഥയിലും നോവലിലും സ്വന്തമായ ഒരിടം കണ്ടെത്തിയ മുതിർന്ന എഴുത്തുകാരനായ സേതു ബാങ്കിംഗ് മേധാവിയായും നാഷണൽ ബുക്ക് ട്രസ്റ്റ് തലവനായും മഹത്തായ സംഭാവനകൾ നൽകിയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2023 ജ്ഞാനപാന പുരസ്കാരത്തിന് കവി V. മധുസൂദനൻ നായർ അർഹനായി. സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. കേരള സർക്കാരിന്റെ 2022 വനിതാരത്ന പുരസ്കാരങ്ങൾക്ക് KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N. മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർ അർഹരായി. 2023 പത്മപ്രഭ പുരസ്കാരത്തിന് സുഭാഷ് ചന്ദ്രൻ അർഹനായി. അദ്ദേഹത്തിന്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന നോവലിന് 2011 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും 2015 വയലാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 മലയാള വിഭാഗം ബാലസാഹിത്യ പുരസ്കാരം നേടിയത് മലയാളി എഴുത്തുകാരി പ്രിയ AS ആണ്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവലാണ് അവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് ഗണേഷ് പുത്തൂരും അർഹനായി. അച്ഛന്റെ അലമാര എന്ന കവിതാ സമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കത്തിന് ലഭിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു. മികച്ച നടി വിൻസി അലോഷ്യസ്. കേരള സാഹിത്യ അക്കാദമിയുടെ 2022 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഈ വർഷം ജൂണിലായിരുന്നു. മികച്ച നോവലിനുള്ള പുരസ്കാരം V. ഷിനിലാലിന്റെ സമ്പർക്ക ക്രാന്തിക്ക് ലഭിച്ചു. കവിതയ്ക്കുള്ള പുരസ്കാരം NG ഉണ്ണികൃഷ്ണനും ചെറുകഥയ്ക്കുള്ള പുരസ്കാരം PF മാത്യൂസും സ്വന്തമാക്കി. ഡോക്ടർ MM ബഷീർ, N. പ്രഭാകരൻ എന്നിവർക്ക് വിശിഷ്ട അംഗത്വ പുരസ്കാരവും ലഭിച്ചു. 2024 ഓസ്കാർ അവാർഡ്സിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 എന്ന സിനിമയായിരുന്നു. 2023 വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലമാണ് പുരസ്കാരത്തിന് അർഹമായത്. സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്ക് ഏർപ്പെടുത്തിയ നിയമസഭാ അവാർഡിന് ഇക്കുറി അർഹനായത് MT വാസുദേവൻ നായരായിരുന്നു. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ലോങ് ജംപ് താരം M. ശ്രീശങ്കർ അർഹനായി. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബികയ്ക്ക് ലഭിച്ചത് ഈ വർഷം ഡിസംബറിലായിരുന്നു. ബഹിരാകാശ രംഗത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഷെവലിയർ ലീജിയൺ ദ ഹോണർ എന്ന ബഹുമതി ലഭിച്ചത്. ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞയായിരുന്ന VR ലളിതാംബിക ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സമഗ്ര സംഭാവനയ്ക്കുള്ള IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ക്രിസ്റ്റോഫ് സനൂസിക്ക് ലഭിച്ചു. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയത് റസ്യൂക്കെ ഹമാഗുച്ചി സംവിധാനം ചെയ്ത
ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രമാണ്. 2023 മലയാളികൾക്ക് നഷ്ടങ്ങളുടെ കൂടി വർഷമായിരുന്നു. മലയാളികൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത നിരവധി പ്രതിഭകളാണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. മലയാള നടിയും അവതാരകയും ഹാസ്യതാരവുമൊക്കെയായി തിളങ്ങി നിന്നിരുന്ന സുബി സുരേഷിന്റെ അപ്രതീക്ഷിത വിയോഗം മലയാളികളെ കണ്ണീരിലാഴ്ത്തിയത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു സുബിയുടെ അന്ത്യം. പുരുഷ മേൽക്കോയ്മയുണ്ടായിരുന്ന കോമഡി രംഗത്ത് തന്റേതായ ഇടം നേടിയ താരമായിരുന്നു സുബി സുരേഷ്. മലയാള ചലച്ചിത്ര ലോകത്തെ ചിരിയിലൂടെയും ചിന്തയിലൂടെയും നയിച്ച അതുല്യ പ്രതിഭയും മുൻ ലോക്സഭാംഗവുമായ ഇന്നസെന്റ് വിടവാങ്ങിയത് ഈ വർഷം മാർച്ച് 26-നായിരുന്നു. കോവിഡ് ബാധയെ തുടർന്നുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പല അവയവങ്ങളും പ്രവർത്തനം നിലച്ചതും ഹൃദയാഘാതവുമായിരുന്നു അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. നിർമ്മാതാവ് എന്ന നിലയിൽ സിനിമയിലെത്തിയ അദ്ദേഹം പിൽക്കാലത്ത് ഹാസ്യനടനും സ്വഭാവ നടനുമായി ശ്രദ്ധ നേടുകയായിരുന്നു. സവിശേഷമായ ശരീരഭാഷയും പ്രത്യേക ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെന്റിനെ മലയാള സിനിമയിൽ ശ്രദ്ധേയനാക്കി. ഒന്നും ചെയ്തില്ല, ഇത്തിരി ഒച്ച കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിൽ കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ? അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കട്ടെ. വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ! എവിടുന്നാ വന്നേ? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് MP-യുമായി. നോവലിസ്റ്റും പ്രമുഖ ബാലസാഹിത്യകാരനും അധ്യാപകനുമായ KV രാമനാഥൻ അന്തരിച്ചത് ഈ വർഷം ഏപ്രിലായിരുന്നു. ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി എൻഡോവ്മെന്റും സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട്. അത്ഭുത വാനരന്മാർ, അത്ഭുത നീരാളി, ആമയും മുയലും ഒരിക്കൽ കൂടി, കമാൻഡർ ഗോപി, മാന്ത്രിക പൂച്ച തുടങ്ങി ഒരു തലമുറ ഹൃദയത്തിലേറ്റിയ 20ഓളം ബാലസാഹിത്യ കൃതികളുടെ രചയിതാവാണ്. ഹാസ്യനടനായും സ്വഭാവ നടനായും മലയാളത്തിന്റെ വെള്ളിത്തിരയെ വിസ്മയിപ്പിച്ച മാമുക്കോയയുടെ വിയോഗം ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. ഏപ്രിൽ 26-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. നാടകത്തിലൂടെ അഭിനയം തുടങ്ങി സിനിമയിലെത്തിയ നടനായിരുന്നു മാമുക്കോയ. കോഴിക്കോടൻ ഭാഷയുടെ നർമ്മം നിറഞ്ഞ പ്രയോഗത്തിലൂടെ പൊട്ടിച്ചിരി തീർത്ത ഈ നടൻ അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. പെരുമഴക്കാലം, ഇന്നത്തെ ചിന്താവിഷയം എന്നീ സിനിമകളിലെ പ്രകടനം അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു. നാടോടിക്കാറ്റിലെ ഗഫൂർക്ക, സന്ദേശത്തിലെ പൊതുവാൾ, കൺകെട്ടിലെ കീലേരി അച്ചു എന്നിങ്ങനെ മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട് മാമുക്കോയയുടേതായി. ഇന്ത്യൻ സർക്കസ് രംഗത്തെ പ്രമുഖനും ആദ്യകാല കലാകാരനും ജെമിനി, ജംബോ സർക്കസ് കമ്പനികളുടെ സ്ഥാപകനുമായ MV ശങ്കരൻ എന്ന ജെമിനി ശങ്കരൻ അന്തരിച്ചതും ഏപ്രിലായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ സർക്കസ് കലാകാരനും സ്ഥാപകനുമായിരുന്നു ജെമിനി ശങ്കരൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി എന്നിവർക്ക് പുറമെ ലോക നേതാക്കളായ മാർട്ടിൻ ലൂതർ കിങ്, മൗണ്ട് ബാറ്റൺ, കെന്നത്ത് കൗണ്ട, ബഹിരാകാശ യാത്രികയായ വാലന്റീന തെരഷ്കോവ തുടങ്ങിയ പ്രമുഖരുമായി സൗഹൃദമുണ്ടായിരുന്നു. ഇന്ത്യൻ സർക്കസ് ഫെഡറേഷന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയ ആചാര്യൻ PKG നമ്പ്യാർ എന്ന PK ഗോവിന്ദൻ നമ്പ്യാർ അന്തരിച്ചത് മെയ്യിലായിരുന്നു. 2001 യുനെസ്കോ അംഗീകരിച്ച 5 കൂടിയാട്ട ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് എന്നിവയ്ക്കും അർഹനായിട്ടുണ്ട്. ഹാസ്യവേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ ഹരീഷ് പേങ്ങൻ അന്തരിച്ചത് ഈ വർഷം മെയ്യിലായിരുന്നു. മഹേഷിന്റെ പ്രതികാരം, ഷഫീഖിന്റെ സന്തോഷം, ജാനേമൻ, ജയ 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 ഹേ, പ്രിയൻ ഓട്ടത്തിലാണ്, ജോ ആൻഡ് ജോ, മിന്നൽ മുരളി തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കളരിക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതത്തിലൂടെ പത്മശ്രീ നേടിയ ഉണ്ണി ഗുരുക്കൾ അന്തരിച്ചത് ജൂണിലാണ്.
വല്ലഭട്ട കളരിയിലൂടെ കേരളത്തിന്റെ യശസ് ലോകരാജ്യങ്ങളിലേക്ക് പടർത്തി ആയിരക്കണക്കിന് ശിഷ്യന്മാരെ സമ്പാദിച്ചു. 94 വയസ്സിലും പുലർച്ചെ 5:30 ഉണ്ണി ഗുരുക്കൾ കളരിയിലെത്തുമായിരുന്നു. 2002 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പ്രശസ്ത ചലച്ചിത്ര നടൻ പൂജപ്പുര രവി അന്തരിച്ചത് ഈ വർഷം ജൂണിലായിരുന്നു. 4000-ഓളം നാടകങ്ങളിലും 800-ഓളം സിനിമകളിലും അഭിനയിച്ച മലയാളത്തിലെ ശ്രദ്ധേയ നടനാണ് പൂജപ്പുര രവി. ഹാസ്യ നടനായും സ്വഭാവ നടനായും ദീർഘകാലം മലയാള സിനിമയിൽ അഭിനയിച്ചു. 2016 പുറത്തിറങ്ങിയ ഗപ്പിയാണ് അവസാന ചിത്രം. സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധി വാഹനാപകടത്തിൽ മരണപ്പെട്ടത് 2023 മറ്റൊരു വേദനയായി. ജൂൺ 5 പുലർച്ചെ 4:30 തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ വർഷം ജൂലൈയിലാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത്. ജൂലൈ 18 ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 5 പതിറ്റാണ്ട് നിയമസഭയിൽ പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ചരിത്രം കുറിച്ച ഉമ്മൻചാണ്ടി 4 തവണ മന്ത്രിയും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്നു. പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി 12 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് രാഷ്ട്രീയ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ജനകീയത തെളിയിക്കുന്നു. മരണശേഷവും അദ്ദേഹത്തിന്റെ ജനകീയത തെളിയിക്കുന്നതായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളി വരെ നടന്ന വിലാപയാത്ര. മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയും മുൻ ഗവർണറുമായിരുന്ന വക്കം പുരുഷോത്തമൻ അന്തരിച്ചത് ജൂലൈ 31 3 തവണ സംസ്ഥാന മന്ത്രിസഭയിലും 2 തവണ ലോക്സഭയിലും അംഗമായിരുന്ന വക്കം ആൻഡമാനിലും മിസോറാമിലും ത്രിപുരയിലും ഗവർണറായി. 5 തവണ നിയമസഭാംഗമായിരുന്നു. 2 തവണകളിലായി ഏറ്റവും അധികം കാലം നിയമസഭാ സ്പീക്കറായിരുന്നു എന്ന റെക്കോർഡും വക്കത്തിന്റെ പേരിലാണ്. ഹാസ്യത്തിന്റെ രസക്കൂട്ടുകൾ ചേർത്ത് മലയാള സിനിമയിൽ ചിരകാലം ചിരി പടർത്തിയ സൂപ്പർ ഹിറ്റ് സംവിധായകൻ സിദ്ദിഖ് അന്തരിച്ചത് ഈ വർഷം ഓഗസ്റ്റിലായിരുന്നു. 1989 രാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കെത്തിയ സിദ്ദിഖ് തിരക്കഥാകൃത്ത്, നടൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും സജീവമായിരുന്നു. സിദ്ദിഖും ലാലും കൈകോർത്തതോടെ മലയാള സിനിമയിൽ ജനപ്രിയമായ കുറേയേറെ ചിത്രങ്ങൾ പിറന്നു. മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക് ചിത്രങ്ങളിലും സംവിധായകന്റെ മേലങ്കി സിദ്ദിഖ് അണിഞ്ഞിരുന്നു. പ്രശസ്ത സംവിധായകൻ KG ജോർജ് അന്തരിച്ചത് ഈ വർഷം സെപ്റ്റംബറിലായിരുന്നു. വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ ഭാഷ്യം നൽകിയ സംവിധായകനായിരുന്നു KG ജോർജ്. പഞ്ചവടിപ്പാലം, ഇരകൾ, യവനിക, ആദാമിന്റെ വാരിയല്ല്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ ചിത്രങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. സ്വപ്നാടനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള വരവ്. നിരവധി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹം 2016 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് JC ഡാനിയൽ പുരസ്കാരത്തിനും അർഹനായിരുന്നു. കാർട്ടൂണിസ്റ്റ് സുകുമാർ അന്തരിച്ചതും സെപ്റ്റംബറിലായിരുന്നു. മലയാളത്തിലെ പ്രധാന മാധ്യമങ്ങളിൽ കാർട്ടൂണുകൾ വരച്ചിട്ടുള്ള സുകുമാർ കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകാംഗവും ചെയർമാനുമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. CPMന്റെ മുതിർന്ന നേതാവും CITU സംസ്ഥാന പ്രസിഡന്റുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചത് ഒക്ടോബറിലായിരുന്നു. 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ ആനത്തലവട്ടം 1964 പാർട്ടി പിളർന്നപ്പോൾ CPMനൊപ്പം നിലയുറപ്പിച്ചു. 1985 CPM സംസ്ഥാന കമ്മിറ്റി അംഗമായി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് 3 വട്ടം MLA ആയി. 2008 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. നിരവധി തൊഴിലാളി സമരങ്ങളുടെ അമരക്കാരനായിരുന്ന ആനത്തലവട്ടം CPMന്റെ കരുത്തുറ്റ മുഖം കൂടിയായിരുന്നു. കേരള സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 1ാം സ്ഥാനം നേടി ശ്രദ്ധേയയായ കാർത്യായനി അമ്മ അന്തരിച്ചത് ഒക്ടോബറിലായിരുന്നു. രാജ്യം നാരീശക്തി പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയും AICC അംഗവും മാതൃഭൂമി ഡയറക്ടറുമായിരുന്ന PV ഗംഗാധരൻ അന്തരിച്ചതും ഒക്ടോബറിലായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ദേശീയ പുരസ്കാരങ്ങൾ അടക്കം സ്വന്തമാക്കിയ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ച ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം.
KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം AICC അംഗം കൂടിയായിരുന്നു. വില്ലനായും സ്വഭാവ നടനായും മലയാള സിനിമയിൽ തിളങ്ങിയ നടൻ കുണ്ടറ ജോണി അന്തരിച്ചത് ഈ വർഷം ഒക്ടോബറിലാണ്. 44 വർഷത്തിനിടെ 500ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ നായകനായ മേപ്പടിയാനായിരുന്നു അവസാന ചിത്രം. പ്രശസ്ത മിമിക്രി കലാകാരനും ചലച്ചിത്ര താരവുമായ കലാഭവൻ ഹനീഫ് അന്തരിച്ചത് നവംബറിലായിരുന്നു. കൊച്ചിൻ കലാഭവനിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഹനീഫ് ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. 300-ലേറെ സിനിമകളിൽ വേഷമിട്ടു. 8 പതിറ്റാണ്ടായി കൂടിയാട്ടത്തിനും മിഴാവ് വാദനത്തിനുമായി ജീവിതം സമർപ്പിച്ച കൂടിയാട്ടം ആചാര്യൻ ലക്കിടി കിള്ളിക്കുരിശിമംഗലം കോച്ചാമ്പിള്ളി മഠത്തിൽ PK നാരായണൻ നമ്പ്യാർ അന്തരിച്ചത് നവംബറിലായിരുന്നു. 2008-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസും തമിഴ്നാട് മുൻ ഗവർണറുമായിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് നവംബറിലായിരുന്നു. 1974-ൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായ അവർ 1983-ലാണ് ഹൈക്കോടതി ജഡ്ജിയായത്. 1989-ൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ നിയമിതയായി. 3 വർഷത്തിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചു. നന്ദനം, രാപ്പകൽ, കല്യാണരാമൻ തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളിൽ മുത്തശ്ശി വേഷങ്ങളിലൂടെ ശ്രദ്ധേയായ നടി R. സുബ്ബലക്ഷ്മി അന്തരിച്ചത് ഈ വർഷം ഡിസംബർ ആദ്യമായിരുന്നു. സംഗീതജ്ഞയായിട്ടായിരുന്നു R. സുബ്ബലക്ഷ്മി കലാരംഗത്ത് അരങ്ങേറിയത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും സുബ്ബലക്ഷ്മി തിളങ്ങിയിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്തരിച്ചതും ഡിസംബറിന്റെ നഷ്ടങ്ങളിലൊന്നായിരുന്നു. 2015 മുതൽ CPI സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 52 വർഷമായി CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ്. 2006-ൽ AITUC സംസ്ഥാന സെക്രട്ടറിയായി. AIYF-ലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം 23-ാം വയസ്സിൽ AIYF സംസ്ഥാന സെക്രട്ടറിയായി. 28-ാം വയസ്സിൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 1982-ലും 87-ലുമാണ് വാഴൂരിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലെത്തിയത്.